ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി നല്ല ഈസി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അവലും പഴവും വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് കൂടിയാണിത്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ ഈ ഒരു പലഹാരം റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായപ്പോൾ അതിലേക്ക് ഒരു ഗ്ലാസ് അളവിൽ അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്ലാസ്സിലോ കപ്പിലോ ഏതിലാച്ചാൽ അളക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ്സിലാണ് അളന്നിട്ടുള്ളത്. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. ജസ്റ്റ് ഒന്ന് ക്രിസ്പി ആയി കിട്ടുമല്ലോ, ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വെച്ചിട്ട് വറുത്തെടുക്കണം. ഞാനിവിടെ ബ്രൗൺ കളറിലുള്ള അവലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വെള്ള അവൽ വേണമെങ്കിലും യൂസ് ചെയ്യുക, ഏത് അവലാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊരു 5 മിനിറ്റൊക്കെ ആയപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതേ പാനിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് മെൽറ്റായി വന്നാൽ അതിലേക്ക് വലിയ സൈസിലുള്ള ഒരു നേന്ത്രപ്പഴം ചെറുതാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഇതിൽ വാട്ടിയെടുക്കണം. ഞാനിവിടെ ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്, എന്നാൽ തന്നെ പെട്ടെന്ന് വാടിക്കിട്ടും. അതേപോലെ തന്നെ പഴവും അവലൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കുക. അപ്പോൾ പഴമൊക്കെ ഇവിടെ നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത് നല്ലോണം മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള അവലിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ പഴവും അവലൊക്കെ നല്ലോണം മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് 2 അച്ച് ശർക്കര ഞാനിവിടെ ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ പകുതിയോളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇതിലൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഈ ശർക്കര പാനിയിൽ വെച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് ഇതിലൊക്കെ ഒന്ന് കുതിർന്ന് നല്ല രീതിയിലൊന്ന് ഇതിലൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണം. അതുവരെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കാഷ്യൂനട്ട് ചെറുതാക്കി മുറിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഓപ്ഷണലാണ്. ഏലക്കാപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അതേപോലെ തന്നെ കാഷ്യൂനട്ടും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ അത് ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇത് ഓരോന്നും ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. ഞാൻ ഇതവിടെ ഒരു ലഡുവിൻ്റെ ഒരു ഷേപ്പിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം.
ഞാനിവിടെ ഈ ഒരു രീതിയിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാതും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പഴവും അവിലും തേങ്ങയും ശർക്കരയൊക്കെ വെച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്നാൽ നല്ല ഈസി ആയിട്ടുള്ള ഒരു പലഹാരം റെഡി ആയിട്ടുണ്ട്. നമുക്ക് വൈകുന്നേരമൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണിത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുവരെയും ഇങ്ങനെ ഒരു പലഹാരം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.